ഇപ്പോൾ സാരംഗ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സാരംഗ്, നമുക്കറിയാം ഡെലിവറി ബോയ്സുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിയ ഒരു വലിയ വിഭാഗമാണ് ഡെലിവറി ബോയ്സ്. ഈ സമീപകാലത്ത് ഒരുപാട് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തേണ്ടതുണ്ട് സർക്കാരിന്. ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്നവരാണ്. ഇത് വലിയൊരു പ്രഖ്യാപനമായി അവർ കാണുന്നുണ്ട്, സ്വാഗതം ചെയ്യുന്ന ഒരു സംഗതിയായി അവർ വിലയിരുത്തുന്നുമുണ്ടല്ലേ? രഞ്ജിത്ത്, തീർച്ചയായും. കാരണം ഈ ഒരു മേഖലയെ, അതായത് ഗിഗ് തൊഴിലാളികൾക്ക് സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടാണ് ഈ വെയിലുള്ള സമയത്തടക്കമുള്ള സമയങ്ങളിൽ. അതായത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ഡെലിവറിക്ക് അനുസരിച്ചാണ് ഇവരുടെ വേതനവും എല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ കൃത്യമായി അതായത് വിശ്രമിക്കാനുള്ള കേന്ദ്രങ്ങൾ, അതിനായി 20 കോടി രൂപയാണ് സംസ്ഥാനത്തുടനീളം ഇത്തരം ഹബ്ബുകൾ കേന്ദ്രീകരിച്ച് ഉണ്ടാക്കാൻ വേണ്ടി 20 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ഈ ഒരു ക്ഷേമ പെൻഷനിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിക്കാത്തൊരു മേഖലയാണ്. പക്ഷേ ഒരു എക്കണോമിയെ പിടിച്ചു നിർത്തുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇ കൊമേഴ്സ് രംഗങ്ങളെ പിടിച്ചു നിർത്തുന്ന തരത്തിലുള്ള പല മേഖലയിൽപ്പെട്ട പ്രധാന ഒന്നാണ് ഈ ഭക്ഷണ വിതരണം. ഒപ്പം തന്നെ ഓൺലൈൻ ഡെലിവറി കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ. അവരെ കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബഡ്ജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പ്രതികരിക്കാം. കാരണം അവർക്ക് വേണ്ട കൃത്യമായ ആവശ്യങ്ങൾ എന്തെങ്കിലും കണ്ടതുകൊണ്ട് തന്നെ ക്ഷേമനിധിയിലടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ബഡ്ജറ്റ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ചേട്ടാ, ഇപ്പോൾ ബഡ്ജറ്റിൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. 20 കോടി രൂപ ഇത്തരത്തിൽ നിങ്ങൾക്ക് അതായത് വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കാനും ഒപ്പം തന്നെ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്താനും പ്രഖ്യാപനം ഇപ്പോൾ ധനമന്ത്രിയുടെ ധനബഡ്ജറ്റിൽ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അത്തരം പ്രതീക്ഷകൾ? അല്ല, കഴിഞ്ഞ വർഷം മാർച്ചിൽ ഇതുപോലെ ജനുവരിയിലാണ് ഇവിടെ ഒരു പണിമുടക്കുണ്ടായി. ആ സമയത്ത് ഒരു മാസത്തിനകം അസംബ്ലിയിൽ കൂടി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ അതിനുശേഷം ഒന്നും ഉണ്ടായില്ല. ഇപ്പം ഈ ബഡ്ജറ്റ് കഴിഞ്ഞ കാര്യം ഇനിയിപ്പോൾ അടുത്ത സർക്കാരാണ് വരാൻ പോകുന്നത്. അപ്പം ഇവർക്ക് തുടർച്ച കിട്ടില്ലെങ്കിൽ ഇതെന്താവുന്നു ഒരു പിടുത്തവും ഇല്ല. അപ്പം ഇത് എന്ത് സംഭവിക്കും? ഇത് തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട് വന്നാൽ വളരെ നല്ലത്. പക്ഷേ അതെന്താണെന്ന് ഇനി പുതിയ സർക്കാർ വന്നാൽ മാത്രമേ നമുക്കറിയാൻ പറ്റും. ഈ വിശ്രമ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ വെയിലുള്ള സമയത്ത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടെങ്കിൽ 20 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. അത് ശരി, അങ്ങനെയാണെങ്കിൽ വളരെ നന്നായിരിക്കും. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. ഈ പറഞ്ഞ പോലെ ഈ മുമ്പ് 25 രൂപയ്ക്കൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഇപ്പം 15 രൂപയൊക്കെ ആക്കി. അപ്പോൾ സർക്കാർ എന്തെങ്കിലും ഒരു തീരുമാനം ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ റേറ്റിലെ കാര്യം എല്ലാ ഈ ജീവിത ചെലവുകൾ കുടിക്കൊണ്ടുവരികയാണ്. പക്ഷേ ആ സമയത്ത് നമ്മുടെ സർക്കാർ ഈ പറഞ്ഞ രീതിയിൽ ഈ ഭാഗത്തോട്ട് കണ്ണടയ്ക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും ഈ മേഖലയിൽ. കാര്യം നമ്മളെ ഈ വിശ്രമ കേന്ദ്രങ്ങൾക്ക് ഇവിടെയും നമുക്ക് ഈ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻസ്റ്റാമർട്ടായതും ആ പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പം ആ ഒരു ഇത് നോക്കുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിലാണ് രഞ്ജിത്ത്. എനിക്ക് പരാതികൾ മൊത്തത്തിൽ, അതായത് പ്രഖ്യാപനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നടപ്പിലാകുന്നു എന്നൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കാരണം കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിലടക്കം ഈ ഓൺലൈൻ ഡെലിവറി തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള പല ID കാർഡുകളടക്കം വിതരണം ചെയ്യുന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളുണ്ടായിരുന്നു. അവർ ഈ ഒരു എക്കോണമിയെ പിന്തുണക്കുന്ന, അതായത് പിടിച്ചു നിർത്തുന്ന വലിയൊരു ഘടകമാണെന്നായിരുന്നു നിർമ്മലാ സീതാരാമൻ അടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നടപ്പിലാകുന്ന എത്രത്തോളം എന്നൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ക്ഷേമനിധിയിൽ ഉൾപ്പെടുത്തുമെന്നൊരു പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് അത് ദീർഘകാല അടിസ്ഥാനത്തിലടക്കം ഒരു നല്ല രീതിയിലൊരു ഈ ഒരു ഗിഗ് തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ടൊരു ജോലി സാഹചര്യം അടക്കം ഒരുക്കാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു തൊഴിലിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ, അതായത് ഒരു ഇൻസ്റ്റമാർട്ട് പോലെയുള്ള പല കേന്ദ്രങ്ങളിലും അവർ തന്നെ തൊഴിലിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിലും സർക്കാർ ഇടപെട്ടുകൊണ്ട് അത്തരത്തിലൊരു വിശ്രമ കേന്ദ്രം ഒരുക്കുന്നത് ഇപ്പോൾ പ്രഖ്യാപനത്തിൽ വന്നിട്ടുണ്ട്. അതും ഈ ഒരു ഓൺലൈൻ തൊഴിലാളികൾക്ക്, ഇത്തരത്തിൽ വിതരണം നടത്തുന്ന തൊഴിലാളിക്ക് വരുന്ന സമയങ്ങളിൽ, അത് എല്ലാ കാലാവസ്ഥയും പ്രതികൂലമാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ഒരു വാഹനം, അതായത് ട്രാഫിക്കിലടക്കം ബുദ്ധിമുട്ടിക്കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രഖ്യാപനം ആ മേഖലയ്ക്ക് ചെറിയ രീതിയിലെങ്കിലും ഒരു ആശ്വാസം സൃഷ്ടിക്കുന്നു എന്ന കാര്യം തീർച്ചയാണ് രഞ്ജിത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.